വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആരതിസ് കിച്ചൺ ആൻഡ് വൈബ്സ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ടുള്ള ഗോപി മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സമയം കളയാതെ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനൊരു ചെറിയൊരു കോളിഫ്ലവർ ചെറിയ പീസാക്കി അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ ഞാൻ ചില ഉപ്പും സോഡ പൗഡറും ചില വിനീഗറും കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് വൃത്തിയാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഒരു ബോയിൽ മാത്രം ചെയ്തെടുക്കണം. പിന്നെ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അര കപ്പ് മൈദയുണ്ട്. മൈദ അര കപ്പ്, കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ, പിന്നെ കുരുമുളക് പൊടിയുണ്ട് 1 ടീസ്പൂണോളം. പിന്നെ ഒരു പേസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെറിയ ചില്ലി ഇത് കാശ്മീരി ചില്ലി ഒരു 3-4 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടിയിട്ട് ഇത് നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്കിത് ബോയിൽ ചെയ്യാനായിട്ട് വെക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം നമ്മുടെ കോളിഫ്ലവർ. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് വരാം. അത് കഴിഞ്ഞ് നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ്സ് അത് ജസ്റ്റ് ഒന്ന് ഇതാകാൻ വേണ്ടി മാത്രമേ ഉള്ളൂ, സോഫ്റ്റ് ആവാൻ വേണ്ടി. ഒരു 2 മിനിറ്റ്സ് നമുക്കതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിതൊന്ന് പൊരിയെടുക്കാം. അപ്പോൾ ഇതിനുള്ള ബാറ്റർ നമുക്ക് റെഡിയാക്കാം. ഇത് കോൺഫ്ലോർ, പേപ്പർ പൗഡർ, മൈദ, salt, പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, ജിഞ്ചർ ഗാർലിക്കും പിന്നെ മുളകും കൂടെ, കാശ്മീരി ചില്ലി ഉണ്ട്, അതും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എനിക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ ഞാൻ ഒഴിക്കാൻ പോണേ ഒരു കൊച്ചു വിനീഗർ, വൈറ്റ് വിനീഗർ ഒഴിക്കാം. നല്ലൊരു ബാറ്റർ, തിക്ക് ബാറ്ററാക്കി എടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു തിക്ക് ബാറ്ററാക്കി. ബാറ്റർ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയാണ്. അപ്പോൾ അതുകൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജസ്റ്റ് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാം. നല്ലപോലെ കോട്ട് ചെയ്യണം. അതൊന്ന് കോട്ട് ചെയ്യട്ടെ. ഇതാ നല്ലപോലെ കോട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു 15 മിനിറ്റ് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഒരു കടായി വെച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതെല്ലാം ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ഒരു 3 പ്രാവശ്യമായിട്ടെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു ബാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണ്ടേ. ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് എടുത്തു വെക്കാം. പിന്നെ വേറെ മറ്റേ ബാച്ച് നമ്മളത് എല്ലാം വറക്കാൻ എല്ലാം ഫ്രൈ ചെയ്യാനുള്ളത് വെച്ചിട്ടുണ്ട്, ലാസ്റ്റ് ബാച്ച്. അപ്പോൾ അതവിടെ ആവട്ടെ. അപ്പോൾ നമുക്കിനി ഞാനൊരു ഇത് ഉണ്ടാക്കുന്ന ഒരു ഗ്രേവി ടൈപ്പാണ് കേട്ടോ, ഗോപി മഞ്ചൂരിയൻ ഗ്രേവി ടൈപ്പ്. അപ്പോൾ നമ്മളിത് എടുത്തു വെച്ച ഇതില്ലേ കോളിഫ്ലവറൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാത്രത്തിലോട്ട് തന്നെ ശകലം ഗ്രേവി വേണമല്ലോ. അതിനുവേണ്ടി 1 സ്പൂണ് മൈദയും ഉണ്ട്, കോൺഫ്ലോറും ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മൾ മുമ്പേ എടുത്തു വെച്ച മുളക് നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടില്ലേ, അപ്പം അതിൻ്റെ ഒരു സ്പൂണും കൂടി ഇട്ടിട്ട് നമുക്കിതിനെ ഇനി ഒന്ന്
കുറച്ച് ഒരു ബാറ്റർ പോലെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഗ്രേവിക്ക് വേണ്ടി. ഞാനെല്ലാം ഇതും വറുത്തെടുത്തു. ആ ചീനച്ചട്ടി തന്നെ ആ ഓയിലാണ്. അപ്പം ഓയിലൊട്ടും കുറഞ്ഞിട്ടില്ല, അത്ര തന്നെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെയൊക്കെ കുറച്ച് മാറ്റി വെച്ചിട്ടാണ് ആ ഓയിലിലോട്ടാണ് ബാക്കിയും കൂടെ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഓയിലും യൂസ് ചെയ്യാം. ഇത് ഒന്ന് ഫ്രഷ് ആയിട്ടുള്ളതല്ലേ, അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തന്നെ അടുത്ത പരിപാടി നോക്കാം. ഇത് ജിഞ്ചർ ഗാർലിക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമുളക് ഒന്ന് മാർക്കിട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ചീനച്ചട്ടിയിൽ വേറെ ഫ്രഷ് ഓയിലും യൂസ് ചെയ്യാം. ഇത് നമ്മളിപ്പോൾ ഫ്രഷായിട്ട് എടുത്ത് വെച്ചാൽ ഇനി നമ്മൾ വേറെ ഒന്നിനും അത് യൂസ് ചെയ്യത്തില്ല, അതുകൊണ്ടങ്ങ് ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഒനിയൻ ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒനിയനൊന്ന് ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം, ജസ്റ്റ് കുറച്ച്. അപ്പം ഈ ഒന്ന് ശകലം കൂട്ടിയിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. നമ്മുടെ ഉള്ളിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു 4 പച്ചമുളക് കീറിയതുണ്ട്, പിന്നെ ഒരു ക്യാപ്സിക്കം. ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ക്യാപ്സിക്കം ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് നോക്കേ. അപ്പോൾ ഇങ്ങനെ ക്യാപ്സിക്കം ഒത്തിരി ഇങ്ങനെ കഴിക്കുന്നുണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, പക്ഷെ നമുക്കിവിടെ ഇഷ്ടമില്ല. അപ്പോൾ നമ്മൾ ക്യാപ്സിക്കം ഒന്ന് ശകലം ഒന്ന് വെന്ത് വേണം. ക്രഞ്ചിയായി കഴിക്കുന്നവർക്ക് അങ്ങനെ വിധമായി വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ, കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു നല്ല ടേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് സോസുകളൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 1 ടീസ്പൂൺ സോയാ സോസ്, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം വിനീഗർ, പിന്നെ ചില്ലി സോസിന് പകരം ഇവിടെ ഓൾറെഡി ഇവിടെ ചില്ലി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിടണം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ നോക്കണം. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു 1/2 ടീസ്പൂണോളം ഷുഗർ കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇതാ എല്ലാം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഗ്രേവിയുണ്ട്, അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക, ഇങ്ങനെ ഗ്രേവി ടൈപ്പ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് മല്ലിയിലയുണ്ട്, പിന്നെ സ്പ്രിംഗ് ഒനിയനുണ്ട്. നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഓക്കെ, നമുക്കിനി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതാ നമ്മുടെ ഗ്രേവി ആയിട്ടുള്ള ഗോപി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കില്ല കേട്ടോ, കാണുന്നവരൊക്കെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.